3i അറ്റ്ലസ് എന്താണ്? ഔമുഅമുഅ അതായത് 1i 2i ബോറിസേവിന് ശേഷം കണ്ടുപിടിച്ചിട്ടുള്ള മൂന്നാം ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ് 3i അറ്റ്ലസ്. 2025 ജൂലൈ 1 ചിലിയിലെ അറ്റ്ലസ് ടെലിസ്കോപ്പിലാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഇത് ഏകദേശം 58 km/s സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. സൂര്യനോട് ഒരു ബന്ധമില്ല, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലല്ല ഇതിന്റെ ഉത്ഭവം. ഹൈപ്പർബോളിക് ഓർബിറ്റ് ആണ്, അതായത് ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് വന്ന് അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. ഇത് വേറെ കോമറ്റ്സിൽ നിന്ന് എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അതായത് ജൂപ്പിറ്ററിന്റെ ഏകദേശം അടുത്ത് വന്നപ്പോൾ, അതായത് 6 AU ഡിസ്റ്റൻസിൽ തന്നെ ഇത് ആക്റ്റീവായി. അതിന്റെ അർത്ഥം ഇതിൽ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും പോലുള്ള വോളറ്റൈൽ ഐസ് ഉണ്ടെന്നാണ് ഹബിളിന്റെയും ജെമിനി സൗത്തിന്റെയും ഡാറ്റ പറയുന്നത്. അതുപോലെ വാട്ടർ വേപ്പറും ഓർഗാനിക് ഡസ്റ്റും ഉണ്ട്. ഇതിലെ റെഡിഷ് കളർ കോസ്മിക് റേഡിയേഷൻ കൊണ്ടാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പിന്നെ ഏലിയൻ ആണോ എന്ന സ്പെക്കുലേഷൻ എങ്ങനെ വന്നു? മോഷനിൽ ചെറിയ സ്മോൾ ഷിഫ്റ്റ് കാണാൻ സാധിച്ചു. പബ്ലിക് പറഞ്ഞു ഇത് ആർട്ടിഫിഷ്യൽ ആകും. പക്ഷെ ഹബിൾ, ALMA, റേഡിയോ ടെലിസ്കോപ്പ് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ വേറെ റേഡിയോ സിഗ്നൽസ് ഇല്ല, ജോമെട്രിക്കൽ ഷേപ്പ് ഇല്ല, എക്സ്ട്രാ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് ഇല്ല, CO2 ഔട്ട് ഗ്യാസിംഗ് കൊണ്ടാണ് മോഷൻ ചേഞ്ച് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചു. ഇത് സാധാരണ കോമറ്റ്സിന്റെ ബിഹേവിയർ ആണ്. ഇപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? ഒക്ടോബർ 2025 സൂര്യനോട് ഏറ്റവും അടുത്ത് വന്നു, അതായത് 1.36 AU വരെ വന്നു. ഡിസംബറിൽ 1.8 AU ഡിസ്റ്റൻസിൽ എർത്തിന്റെ അടുത്ത് വഴി ഇത് പോകും. ഈ ഇന്റർസ്റ്റെല്ലാർ ആയിട്ടുള്ള 3i അറ്റ്ലസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഏലിയനെ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഇത് ഏലിയൻ ടെക്നോളജി ആണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക. ഇത് സേവ് ചെയ്യുക. ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.